നമുക്ക് എല്ലാവർക്കും അറിയണം എറണാകുളത്തെ ഏറ്റവും അഫോർഡബിളും അതേപോലെ തന്നെ ഹൈജീനിക്കും ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന ഹംഗ്രി മൃണാൽ റെസ്റ്റോറൻറ്റ്സിന്റെ ഓണർ പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു ലിറ്റർ നെയ് അല്ലെങ്കിൽ ഒരു കിലോ ബട്ടർ ഉണ്ടാക്കാൻ 20 ചില്ലറ ലിറ്റർ പശുവിന്റെ പാല് വേണം എന്നാണ് കണക്ക്. ഇപ്പം മിൽമ കർഷകർ കൊടുക്കുന്ന വില വെച്ച് നോക്കി കഴിഞ്ഞാൽ 800 രൂപയുടെ അടുത്ത് വിലയുടെ പാല് വേണം. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റീറ്റെയിലർ എടുത്തിരിക്കണം. റീറ്റെയിലർ മാർക്കറ്റ് എടുക്കില്ലേ, സൂപ്പർ മാർക്കറ്റ് ആയാലും. അപ്പോൾ 800 രൂപയുടെ റോ മെറ്റീരിയലും ഈ ബാക്കിയുള്ള കോസ്റ്റുകൾ ഞാൻ പലതും മറന്നിട്ടുണ്ടോ പറയാം. എല്ലാം കഴിയുമ്പോൾ 1000 രൂപയുടെ മേലെ കുറെ കൂടുതൽ പൈസ കരുതി വെക്കേണ്ടത്. എന്നിട്ട് ഇവരെങ്ങനെ ഇത് പകുതിയോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ വിലക്ക് വിൽക്കാൻ പറ്റുന്നത്? ഇത് നഷ്ടത്തിലൊക്കെ ഉണ്ടാവുക. എന്താണ് ഇത് പരിപാടി? അപ്പൊ അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത് ഈ മിൽമ അതേപോലെ തന്നെ അമൂൽ പോലത്തെ ബ്രാൻഡുകളൊക്കെ തന്നെ അവർ ഈ 1000 കോടിക്ക് മുകളിലൊക്കെ ലാഭം ഉണ്ടാക്കുന്നത് ഈ പ്രൊഡക്ട്സിൽ അവരുടെ പ്രൊഡക്ട്സിൽ മായം ചേർത്തിട്ടാന്നുള്ളതാണ്. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം അവരെങ്ങനെയാണ് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. ഒരു ലിറ്റർ നെയ്യ് അല്ലെങ്കിൽ ഒരു ലിറ്റർ ബട്ടർ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് 20 മുതൽ 25 ലിറ്റർ പാലാണ് നമുക്ക് ആവശ്യം വരിക. അതും ആ പാല് 2.5% മുതൽ 4% വരെ ഫാറ്റ് കണ്ടന്റ് അടങ്ങിയ 25 ലിറ്റർ പാലാണ് നമുക്ക് ആവശ്യം വരിക. അപ്പൊ മിൽമക്ക് ഈ 25 ലിറ്റർ പാൽ ലഭിക്കുക ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഏകദേശം 1000 രൂപക്കാണ് ലഭിക്കുക. അപ്പൊ ഈ 1000 രൂപക്ക് ഈ മിൽക്ക് പ്രോസസ്സ് ചെയ്ത് അതിന്റെ ബട്ടർ എങ്ങനെയാണ് 600 രൂപക്ക് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കി കഴിഞ്ഞാൽ മിൽമയിൽ പാൽ എത്തിക്കഴിഞ്ഞാൽ ആ പാൽ ആദ്യം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 4 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും, 4 ഡിഗ്രി തണുപ്പിക്കും. അതിന്റെ ശേഷം ഈ ചില്ലറിലൂടെ പാസ് ചെയ്തതിന്റെ ശേഷം പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിന്റെ ക്രീമാണ് പിന്നീട് എന്ത് ചെയ്യണേ ഈ ഒരു ബട്ടർ അതേപോലെ തന്നെ നെയ്യൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ ബട്ടർ എടുത്ത് നോക്കിയാൽ 2 ടൈപ്പ് ബട്ടറാണ് വരുന്നത്, ടേബിൾ ബട്ടറും അതേപോലെ തന്നെ വൈറ്റ് ബട്ടറും. ടേബിൾ ബട്ടറാണ് പിന്നീട് പാക്ക് ചെയ്തിട്ട് നമ്മളെ കടകളിലേക്ക് വരുന്നത്, വൈറ്റ് ബട്ടറാണ് പിന്നീട് അത് ഉരുക്കിയിട്ട് നെയ്യൊക്കെ ആക്കുന്നത്. അപ്പോൾ ഞാനൊരു പ്രോസസ്സിൽ പറഞ്ഞില്ലേ പാസ്ചറൈസേഷൻ ചെയ്തിട്ട് അതിന്റെ ക്രീം എടുത്ത് മാറ്റിയ സംഭവമായിട്ടാണ് ഈ ബട്ടർ നെയ്യൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ വന്ന പാല് പിന്നെ എന്ത് ചെയ്യും, പ്രോസസ് ചെയ്തിട്ട് അവരെ ഫുഡ് പ്രോഡക്ട്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഈ പാലിൽ തന്നെ പല പാക്കിങ്ങിനെ നോക്കുകയാണെങ്കിൽ മിൽമ പ്രൈഡ്, മിൽമ പ്രൈം, മിൽമ റിച്ച്, മിൽമ ചോയ്സ് ആണ് പല ഫാറ്റ് കണ്ടന്റ് അടങ്ങിയ പല ടൈപ്പ് പാലുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ എന്ത് ചെയ്യും, പല രീതിയിൽ അത് ഉപയോഗിക്കും. വേറെ ഫുഡ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തന്നെ ആ പാൽ ഉപയോഗിക്കും. അപ്പൊ 1000 രൂപയുടെ പാലേറ്റ് 600 രൂപയുടെ ബട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിത്തെ 1000 രൂപയുടെ പാലിത്തെ ഫാറ്റ് മാത്രമാണ് ഇവിടെ പോകുന്നത്. പാലേറ്റ് നമുക്ക് വേറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മിൽമ അമൂൽ പോലത്തെ കമ്പനികൾ വൻ കോടികൾ, അതായത് 1000 കോടിക്ക് മുകളിലൊക്കെ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ സംഭവം എന്നുള്ളത്. അപ്പൊ മിൽമി അമൂലൊക്കെയാണ് ടോപ്പ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്റ്റ് ഇറക്കുന്ന ബ്രാൻഡ്. പക്ഷേ ടോപ്പ് ആയിട്ടുള്ള ഡയറി ബേസ്ഡ് കണ്ടന്റുകൾ കാണണമെങ്കിൽ ഡയറി ദോസിന്റെ പേജ് ഒന്ന് ജസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്തിട്ട് പോയിക്കോളെ.